ദേവരാഗം രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 103. വൈഷു അവളെ കണ്ടതും ആക്രമിക്കാൻ ചെല്ലുന്നെന്നുള്ള രീതിയിലായിരുന്നു ജോബിനും നിർമ്മലും അവളിരിക്കുന്ന സീറ്റിന് ചുറ്റും കൂടിയത്. ബാലുവും റോസും കൂടി ചേർന്നതും പിന്നീട് അവിടെ ഒരു ബഹളായിരുന്നു. അതിനവസാനം കുറിച്ചത് മഹാദേവൻ്റെ ക്ലാസ്സിലേക്കുള്ള വരവും. പതിവിൽ വിപരീതമായി വൈശാഖിയെ ഒന്ന് നോക്കിയിട്ടായിരുന്നു അവൻ അറ്റൻഡൻസ് എടുത്തതും ക്ലാസ് തുടങ്ങിയതുമൊക്കെ. അവൻ്റെ നോട്ടത്തിൽ നാണം വന്നവൾ പിന്നീട് വശത്തേക്ക് നോക്കാനേ കൂട്ടാക്കിയില്ല. പകരം അവൻ്റെ ക്ലാസ് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. എങ്കിലും അവൻ്റെ നോട്ടങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവളിലേക്ക് പാളി വീണുകൊണ്ടിരുന്നത് പെണ്ണൊരുവൾ കണ്ടിരുന്നില്ല. അവൾക്ക് പിന്നീട് ശ്വാസം വീണത് മഹാദേവൻ്റെ ക്ലാസ് കഴിഞ്ഞെന്നുള്ള ബെല്ല് കേട്ടപ്പോഴായിരുന്നു. ക്ലാസ് കഴിഞ്ഞിറങ്ങി പോകുന്നതിന് മുൻപായി മഹാദേവൻ അവളെ ഒരു വട്ടം കൂടി നോക്കി. അതേസമയം മകൻ്റെ പെരുമാറ്റം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ബാലുവിന് അതുമാത്രം മതിയായിരുന്നു അവനിലെ മാറ്റങ്ങൾ കണ്ടുപിടിക്കുവാൻ. അയാൾക്ക് സന്തോഷം കൊണ്ട് മനസ്സ് നിറഞ്ഞു. കോളേജ് വിട്ടതിന് ശേഷം ബാലുവിൻ്റെ കൂടെ പോകാതെ വൈശാഖി മഹാദേവനായി കാത്തു. മകൻ്റെയും മരുമകളുടെ ഇടയിൽ ഒരു കട്ടുറുമ്പാവണ്ടെന്ന് കരുതി തന്നെ അയാളും ആ പെൺകുഞ്ഞിനെ വെറുതെ വിട്ടു എന്ന് പറയുന്നതാവും ശരി. അല്ലെങ്കിൽ തന്നെ ആരും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത അത്ര മാറ്റങ്ങളാണ് തൻ്റെ മകനിൽ വൈശാഖിയുടെ വരവോടുകൂടി ഉണ്ടായിട്ടുള്ളത്. അത് നശിപ്പിച്ചു കളയാൻ ഭാസ്കരനെ അച്ഛൻ ഒട്ടും തയ്യാറായിരുന്നില്ലായിരുന്നു. വൈശാഖി സ്റ്റാഫ് റൂമിനു മുൻപിലെ വരാന്തയുടെ അറ്റത്തുള്ള വലിയ ഉരുളൻ തൂണിൽ ചാരി പുറത്തേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്ന വൈശാഖിയെ മഹാദേവൻ പിന്നിൽ നിന്ന് വിളിച്ചു. സർ. അവൾ തിരിഞ്ഞവനെ ഒരു പുഞ്ചിരിയോടെ നോക്കി. വാ പോകാം. അതും പറഞ്ഞ് മഹാദേവൻ നടക്കുവാനായി തുടങ്ങിയപ്പോൾ വൈശാഖി അവനെ അനുഗമിച്ചു. പാർക്കിങ്ങിൽ ചെന്ന് വണ്ടിയിൽ കയറുന്നിടം വരെ മഹാദേവൻ്റെ മുഖത്തെ ഗൗരവം അതിനുശേഷം പതിയെ മാറുന്നത് അവൾ ശ്രദ്ധിച്ചിരുന്നു. ഈ സാറ് ശരിക്കും അന്യനാണോ? അവൾക്ക് ചിന്തിക്കാതിരിക്കാനായില്ല. അന്യൻ നിൻ്റെ അച്ഛൻ. ഒരു ചിരിയോടെ ഉരുളെ കുപ്പേരി പോലെ മറുപടി പറയുന്നവനെ ഒട്ടൊരത്ഭുതത്തോടു കൂടിയാണ് വൈശു അപ്പോൾ നോക്കിക്കണ്ടത്. ഞാൻ മനസ്സിൽ ചിന്തിച്ച കാര്യം സാർ എങ്ങനെ അറിഞ്ഞു എന്നായിരുന്നു പെണ്ണിൻ്റെ ഉള്ളിലെ സംശയം. അപ്പോൾ അതെ വൈശു കൊച്ചേ, ഞാനേ നിൻ്റെ സാറ് മാത്രമല്ല നിൻ്റെ കെട്ടിയോനും കൂടിയാ. നീ മനസ്സിൽ കണ്ടാലേ ഞാനത് ആകാശത്ത് കാണും കേട്ടോടി എന്നും പറഞ്ഞ് ചിരിക്കുന്ന മഹാദേവൻ വൈശാഖിയെ സംബന്ധിച്ചിടത്തോളം അന്യം തന്നെയായിരുന്നു. ഈശ്വര, അത്യാവശ്യത്തിന് പോലും ഈ സാറിനെക്കുറിച്ച് ഞാനൊന്നും വിചാരിക്കരുതേ എന്നും മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അവൾ നേരെ റോഡിലേക്ക് നോക്കി ഒറ്റയിരിപ്പിരുന്നു. ചിന്തിക്കാൻ അവൾ ധൈര്യപ്പെട്ടില്ല എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. അവളുടെ ഇരിപ്പ് കണ്ടതും മഹാദേവന് ചിരി പൊട്ടി. പൊടുന്നനെ അവളുടെ വലത്തെ കൈ പിടിച്ച് ഗിയറിന് മുകളിൽ പിടിപ്പിച്ചിട്ട് അതിനു മുകളിലേക്കായി മഹാദേവൻ തൻ്റെ ഇടത്തെ കൈ ചേർത്ത് വെച്ചു. പെട്ടെന്നുള്ള അവൻ്റെ ആ പ്രവൃത്തിയിൽ ഒരു ഞെട്ടലോടെ വൈശാഖി അവനെ മുഖം ചെരിച്ചു നോക്കി. ഇതൊക്കെ മഹാദേവനിൽ നിന്നുള്ള ആദ്യത്തെ അനുഭവങ്ങളായതുകൊണ്ടാവാം അവളുടെ കണ്ണുകൾ വീണ്ടും വീണ്ടും മിഴിഞ്ഞു വന്നത്. ഇനി മുന്നോട്ടേക്ക് നീ എന്തൊക്കെ കാണാൻ പോകുന്നു എൻ്റെ വൈശാഖിയേ? വണ്ടി മംഗലത്ത് വീട് ലക്ഷ്യമാക്കി പായിക്കുമ്പോൾ അവൻ മനസ്സിൽ ചിരിക്കുകയായിരുന്നു. പക്ഷെ വീടിന് ഗേറ്റും കടന്ന് അകത്തേക്ക് കയറിയതും മുറ്റത്ത് കിടക്കുന്ന കാറ് കണ്ട് മഹാദേവൻ്റെയും വൈശാഖിയുടെയും കണ്ണുകൾ ഒരുപോലെ കുറുകിയിരുന്നു. മുത്തശ്ശി, മുത്തശ്ശ. ഹാളിലെ സെറ്റിയിലിരിക്കുന്നത് കൊണ്ട് ബോണ്ടായോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ദേവകിയെയും രാധാകൃഷ്ണനെയും കണ്ടതും വൈശാഖി ചിരിച്ചുകൊണ്ട് അവരുടെ നേർക്ക് ഒറ്റ ഓട്ടായിരുന്നു. നിലിച്ചിരിക്കാത്ത നേരത്തുള്ള അവരുടെ വരവ് അവളെ ഒട്ടൊന്നുമല്ല സന്തോഷിപ്പിച്ചത്. മുത്തശ്ശനെയും മുത്തശ്ശിയും കാണണമെന്നും 1-2 ദിവസം കൊണ്ട് വൈശാഖി ആലോചിക്കുന്ന കാര്യമായിരുന്നു. അവിടേക്ക് പോകുവാനായി ദേവനെ പറഞ്ഞ് സമ്മതിപ്പിച്ചതുമാണ് പെണ്ണ്. അപ്പോഴേക്കും പെണ്ണിൻ്റെ മനസ്സറിഞ്ഞെന്നതുപോലെ അവരിങ്ങ് എത്തുകയും ചെയ്തു. എൻ്റെ പൊന്നുമോക്ക് സുഖാണോടോ? ദേവകിയും രാധാകൃഷ്ണനും കൊച്ചുമോളെ അവരുടെ മധ്യത്തിലായി ഇരുത്തിയിട്ട് ചേർത്ത് പിടിച്ചു. സുഖ മുത്തശ്ശി. ദേവകിയുടെ തോളിൽ തല ചേർത്ത് വെച്ചുകൊണ്ട് പെണ്ണ് അവരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. നിന്റെ മുത്തശ്ശിക്ക് 2 ദിവസമായിട്ട് ഒരേ ആഗ്രഹം നിന്നെ വന്നൊന്ന് കാണണമെന്ന്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ അടുത്ത ഞായറാഴ്ച ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്നതാ. പക്ഷേ ഇവിടെ കരച്ചിൽ കാണാൻ വയ്യാത്തതുകൊണ്ട് നേരെ ഇങ്ങു പോന്നു. വൈശാഖിയുടെ മുത്തശ്ശനായ രാധാകൃഷ്ണൻ ഹാളിലേക്ക് കയറി വന്ന മഹാദേവനെ കണ്ടതും
കുശലം പറഞ്ഞുകൊണ്ട് അവനെ നോക്കി ഒന്ന് ചിരിച്ചു. വൈശുവിൻ്റെ ഉള്ളറിഞ്ഞതുപോലെ വന്നവരെ കണ്ടപ്പോൾ അവനും വല്ലാത്ത സന്തോഷമായിരുന്നു. ഞങ്ങളങ്ങോട്ടേക്ക് വരായിരുന്നാ മുത്തശ്ശ, ഈടെയെല്ലാം മഴ അല്ലായിരുന്നോ? രാധാകൃഷ്ണൻ ദേവകിയെ ഒന്ന് നോക്കി ചിരിച്ചുകൊണ്ട് മഹാദേവൻ അവർക്ക് മുൻപിലായി കിടന്ന ഒരു കസേരയിലേക്ക് ചെന്നിരുന്നു. അവരോട് എങ്ങനെയാണ് സംസാരിച്ചു തുടങ്ങേണ്ടത് എന്നുള്ള ഒരു ചടപ്പ് അവനിൽ ആ നേരം ആവോളം ഉണ്ടായിരുന്നു എന്ന് വേണം പറയാൻ. അതൊന്നും സാരില്ല മോനെ, നിങ്ങൾക്ക് രണ്ടുപേർക്ക് സമയം കിട്ടുന്നത് പോലെ ആവട്ടെ. വൈശുവിൻ്റെ നെറുകയിൽ തലോടിക്കൊണ്ടിരുന്ന ദേവകി കൊച്ചുമകനുള്ള മറുപടി ഒത്തിരി വാത്സല്യത്തോടെയായിരുന്നു നൽകിയത്. അവർ വരും ദേവകിയെ, കെട്ടുകഴിഞ്ഞ് ഇതുവരെയായിട്ടും അവരെ വീട്ടിൽ നിന്ന് ഒരു വിരുന്നിന് പോലും പോയിട്ടില്ല. എല്ലാവരെയും കേട്ടുകൊണ്ട് അവർക്കരികിലായിരുന്ന പത്മാവതി കൂട്ടുകാരിയെ നോക്കി മനോഹരമായ ഒരു ചിരിയോടെ പറഞ്ഞു, അതെ അതെ, ഇവരുടെ ആദ്യത്തെ വിരുന്ന് അങ്ങോട്ട് തന്നെ ആയിക്കോട്ടെ. രാധാകൃഷ്ണൻ അരികിലിരുന്ന വൈശുവിൻ്റെ നെറുകയിൽ വാത്സല്യത്തോടെ ഒന്ന് തലോടി. പെണ്ണൊന്നും കൂടി കുറുകിക്കൊണ്ട് അവരുടെ ഇടയിൽ ചിരിയോടെ ഇരുന്നു. പക്ഷേ എത്രയൊക്കെ സന്തോഷം ഉള്ളിൽ നുരഞ്ഞു പൊങ്ങിയെങ്കിലും വൈശുവിൻ്റെ ആ ഇരിപ്പ് നമ്മുടെ ചെക്കനിൽ ഒരു കുഞ്ഞു കുശുമ്പുണ്ടാക്കിയോ എന്നുള്ള കാര്യത്തിൽ സംശയമില്ലാതില്ല. അവൻ ആ പെണ്ണിനെ ആരും കാണാതെ കൂർപ്പിച്ചൊരു നോട്ടം നോക്കി. ഒരു കുഞ്ഞു ദേഷ്യം, പരിഭവം, സങ്കടം, സ്വാർത്ഥത എല്ലാം അതിലുണ്ടായിരുന്നു. ഇനി എന്തേലും കഴിച്ചിട്ടാവാം ബാക്കി സംസാരം. അപ്പോഴേക്കും ലക്ഷ്മി അങ്ങോട്ടേക്ക് ചെന്ന് അവരെ ചായ കുടിക്കാൻ വേണ്ടി അകത്തേക്ക് ക്ഷണിച്ചിരുന്നു. വാടി, വാ ഏട്ടാ. പത്മാവതി സെറ്റിയിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് കൂട്ടുകാരിയെയും അവരുടെ ഭർത്താവിനെയും ഡൈനിങ് റൂമിലേക്ക് വിളിച്ചു. മുത്തശ്ശി, നിങ്ങൾ പോയി ചായ കുടിച്ചോളൂ, ഞാനപ്പോഴേക്കും ഫ്രഷായിട്ട് വരാം കേട്ടോ. വൈശു അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞതും ഒപ്പം തന്നെ മഹാദേവൻ എഴുന്നേറ്റി. ശരി, നിങ്ങൾ വേഗം പോയി ഫ്രഷപ്പായി വാ, ചായ കുടിക്കാം. ദേവകിയും രാധാകൃഷ്ണനും കൊച്ചുമക്കളോട് യാത്ര പറഞ്ഞിട്ട് പത്മത്തിൻ്റെ പിന്നാലെ ഡൈനിങ് റൂമിലേക്ക് നടന്നു. അവർ നടന്നു പോകുന്നത് കണ്ടതും മഹാദേവൻ നേരെ തൻ്റെ റൂമിലേക്ക് ധൃതിയിൽ നടന്നു. സാറിനിതിപ്പോൾ എന്തോ പറ്റി? അവൻ്റെ ആ പോക്ക് കണ്ടതും നെറ്റി ചുളിച്ചുകൊണ്ട് അവൻ്റെ പിന്നാലെ വൈശുവും നീങ്ങി. സർ, ബാഗ് കൊണ്ടുപോയി മുറിയിലെ മേശയുടെ മുകളിൽ കൊണ്ടുപോയി വെച്ചിട്ട് അലമാരിയുടെ മാറിയിടാനുള്ള തിരയുന്നവനെ വൈശു ഇത്തിരി ഉച്ചത്തിൽ തന്നെ പിന്നിൽ നിന്നും വിളിച്ചു. എന്താ? വൈശുവിനുള്ള മറുപടി അവളെ നോക്കാതെ തന്നെ അവനിൽ നിന്നും പുറത്തേക്ക് തെറിച്ചു. എന്തുറ്റി? അവളവ ചെന്ന് അവൻ്റെ വലത്തുവശത്തായിട്ട് ചെന്ന് നിന്നു. എനിക്കെന്തു പറ്റാൻ? അവളുടെ മുഖത്തേക്ക് പോലും നോക്കാൻ കൂട്ടാക്കാതെ അവൻ കുളി കഴിഞ്ഞിട്ടിടുവാനുള്ള മുണ്ടും ടീഷർട്ടും കയ്യിലേക്കെടുത്തു. ഇത്രയും നേരം ഭയങ്കര ഹാപ്പി അല്ലായിരുന്നോ? പെട്ടെന്നിപ്പോൾ എന്തു പറ്റിയതാ? പെണ്ണവനെ അങ്ങനെ വിടാൻ കൂട്ടാക്കിയില്ല. ഞാനിപ്പോഴും ഹാപ്പിയാ. അലമാരിയുടെ വാതിലടച്ച് അവൾക്ക് നേരെ തിരിഞ്ഞവൻ. അല്ല, സാറ് മൂഡ് ഓഫില. അവളവന് തൊട്ടു മുന്നിലായി നിന്നു. ആണെങ്കിൽ കണക്കായിപ്പോയി. മഹാദേവൻ തർക്കുത്തരം പറഞ്ഞു. ഓ, അവൻ്റെ എങ്ങും തൊടാതെയുള്ള സംസാരം അവളെ ദേഷ്യം പിടിപ്പിച്ചുവെങ്കിലും പെണ്ണവൻ്റെ കയ്യിൽ കടന്നു പിടിക്കുകയാണ് ചെയ്തത്. നീ എന്നെ പിടിക്കണ്ട, പോയി നിന്റെ മുത്തശ്ശനെ പിടിച്ചോണ്ടിരി. ഉള്ളിലുള്ള കുശുമ്പ് അവൻ അപ്പാടെ പുറത്തേക്ക് തട്ടിക്കുടഞ്ഞിട്ടു. വൈശായിക്ക് അത് കേട്ടപ്പോൾ അത്ഭുതവും അമ്പരപ്പും ഒരുപോലെ തോന്നി. മഹാദേവൻ പിശുക്കം മാത്രമല്ല, നല്ല ഒന്നാന്തരം കുശുമ്പനും കൂടിയാണെന്ന് അവൻ്റെ ആ ഒറ്റ ഡയലോഗിൽ നിന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. അവൾക്ക് ചിരി പൊട്ടി. പെണ്ണ് കുടുകൂടാന്നങ്ങ് ചിരിച്ചുപോയി. എന്തിനാടി കിണിക്കുന്നേ? വൈശുവിൻ്റെ കളിയാക്കിയുള്ള ചിരി കണ്ടതും മഹാദേവൻ്റെ മുഖം വീണ്ടും കൊട്ട പോലെ വീർത്തു. അല്ലാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ചിരിക്കുന്ന ഇടയിലും അവൾ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. എന്ത് ചെയ്യണമെന്ന് ഞാനിപ്പോൾ കാട്ടിത്തരാം എന്നും പറഞ്ഞുകൊണ്ട് അവൻ ആ പെണ്ണിനെ ഒറ്റ കൈ കൊണ്ടെടുത്തുയർത്തി. അവളുടെ ചിരി പൊടുന്നനെ നിലച്ചു. അയ്യോ സർ, വിട്, എന്നെ വിട്. മഹാദേവനിൽ നിന്നുള്ള ആ പ്രവൃത്തി അപ്രതീക്ഷിതമായതിനാലാവാം വൈശാഖി പേടിച്ച് അവൻ്റെ കൈ കടന്ന് കൊതറാൻ തുടങ്ങിയത്. പക്ഷെ മഹാദേവൻ അവളെ വിട്ടില്ല. പകരം അതുപോലെ തന്നെ പെണ്ണിനെ കോരിയെടുത്തുകൊണ്ട് ബെഡിലേക്ക് മറിച്ചിട്ടു. എന്നിട്ട് അവളുടെ മുകളിലായി ഭാരം കൊടുക്കാതെ ചാഞ്ഞു കിടന്നു.
വൈശുവിന് പെട്ടെന്ന് നാണം വന്നു. കൂട്ടത്തിൽ ചാരിക്കിടക്കുന്ന മുറിയുടെ വാതിൽ തുറന്ന് ആരെങ്കിലും അകത്തേക്ക് കയറി വരുമോ എന്നുള്ള ആശങ്കയും ഉണ്ടാക്കി. അതുകൊണ്ട് തന്നെ പെണ്ണിൻ്റെ നോട്ടം ഡോറിന് നേരെ പാറി വീണുകൊണ്ടിരുന്നു. സർ, പ്ലീസ് പോയി കുളിക്ക്. അവൾ അവനെ പറഞ്ഞു വിടാൻ നോക്കി. ഇപ്പോൾ പോണില്ല, നീ എന്തോ ചെയ്യും. ഇനി നീ ഒന്ന് കിണിക്ക്, ഞാനൊന്ന് കാണട്ടെ. ഒരു വിരൽ അകലത്തിൽ അവൻ്റെ മുഖം അവൾക്ക് മുകളിലായി നിന്നു. വൈശാഖിക്ക് ശ്വാസം വിലങ്ങി. ഇല്ല, ചിരിക്കില്ല, അറിയാതെ ചിരിച്ചു പോയതാ, സോറിയേ. ശരീരം അവനിൽ നിന്ന് എന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നുണ്ടെന്നുള്ള തോന്നലുണ്ടായതും വൈശാഖി അല്പം വെപ്രാളത്തോടെ തന്നെ ദേവൻ്റെ മുഖത്തേക്ക് മിഴികൾ ഉയർത്തി നോക്കി. അങ്ങനൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, നീ ഇപ്പോൾ ചിരിക്കണം. അവൻ്റെ ശരീരം ഒന്നും കൂടി അവളുടെ മുകളിലേക്ക് ചാഞ്ഞു. സർ, പ്ലീസ്. പെണ്ണിൻ്റെ ശബ്ദം പതുങ്ങനെയായി. അവൾ ആയത്തിൽ ശ്വാസം എടുക്കാൻ തുടങ്ങി. ഒരു പ്ലീസും ഇല്ല മോളെ, നീ ചിരിക്ക്. ഇത്തവണ അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കുന്ന മഹാദേവൻ്റെ കണ്ണുകളിലെ കുറുമ്പായിരുന്നു. പെണ്ണെന്ന് ആ നോട്ടത്തിൽ അടിമുടി പൂത്തുലഞ്ഞു പോയി എന്ന് വേണം പറയുവാൻ. സർ. ഇത്തവണ വൈശുവിൽ നിന്ന് ഒച്ച പൊങ്ങിയില്ല. അവളുടെ ചുണ്ടുകൾ എന്തിനോ എന്ന വണ്ണം അല്പം വിടർന്നു പോയിരുന്നു. ഇരുവരുടെ അതരങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ തങ്ങളുടെ മുറി പൂട്ടിയിട്ടില്ലെന്നുള്ള സാമാന്യം ബോധം പോലും രണ്ടിനും ഉണ്ടായിരുന്നില്ല എന്നത് മറ്റൊരു സത്യം. ചായ കുടി കഴിഞ്ഞ് മാഞ്ചുവട്ടിൽ പോയിരിക്കുകയായിരുന്നു രാധാകൃഷ്ണനും മഹാദേവനും. ഗൗരവത്തിൽ അവർ തമ്മിൽ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ഹാളിൽ നിന്നും മുറ്റത്തേക്ക് ഇറങ്ങി എന്തിനാ വേണ്ടി ഇറങ്ങിയവൾ അവരുടെ അടുത്തേക്ക് വെറുതെ നടന്നു. പക്ഷേ വൈശാഖിയെ കണ്ടപ്പോഴേക്കും ഇരുവരും തങ്ങളുടെ സംസാരം പൊടുന്നനെ നിർത്തിയിരുന്നു. അപ്പോൾ വളരെ കുറച്ച് പാട്ടുകൾ കൂടിയേ ഇനി ഉണ്ടാവുള്ളൂ കേട്ടോ. ലാഗാണെന്നറിയാം, എന്നാലും ഒന്ന് ക്ഷമി. ഇഷ്ടമായെങ്കിലേ റേറ്റിങ്ങും കമൻറ്റും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ അടുത്ത പാട്ടുമായിട്ട് അടുത്ത ദിവസം വരാവേ. കുറച്ച് ദിവസങ്ങൾ ഇട്ടില്ല എന്ന് പറഞ്ഞോട് പരിഭവം പിണക്കമൊന്നും ആവരുത്. പറ്റിപ്പോയി, അല്ലാതെ മടി കൊണ്ടല്ല കേട്ടോ.